ഹലോ കൂട്ടുകാരെ, നമ്മളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് സർവീസിന് വന്നിട്ടുള്ളത് യമഹയുടെ ഒരു റേസഡാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കേട്ടൊന്നും കയറില്ല. അതുപോലെ തന്നെ വണ്ടി നമ്മൾ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഭയങ്കര വിറയലും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ക്ലച്ച് അയച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പം ക്ലച്ചിൻ്റെ വേരിയേറ്ററിൻ്റെ വേരിയേറ്ററിൻ്റെ ബോഡിയൊക്കെ എല്ലാം പോയിട്ടുണ്ട്. വേരിയേറ്ററിൻ്റെ റോളറൊക്കെ സൈഡ് കട്ടിങ് ആയി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റൊക്കെ ഡാമേജാണ്. ബെൽറ്റ് മുന്നേ സർവീസ് എന്താ ചെയ്തോട്ട് ഒരു ലോക്കൽ ബെൽറ്റ് വെച്ചാണ് ഇട്ടത്. അപ്പോൾ ബെൽറ്റൊക്കെ ഡാമേജ് ഉണ്ട്, പിന്നെ പൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ബെൽറ്റൊക്കെ റീപ്ലേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ അഴിച്ചിട്ട് നമ്മൾ ഗ്രീസ് ചെയ്യണം. അത് ഗ്രീസൊന്നും ഇല്ലാണ്ട് ക്ലച്ചിനൊരു പിടുത്തമുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്കിതിൽ വരുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ വണ്ടിയുടെ ഈ മെയിൻ്റനൻസും സംഭവങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക. താങ്ക് യു. നമ്മുടെ ക്ലച്ച് കഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പുള്ളിയിലേക്ക് ഈ ബെൽറ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യണം. ബെൽറ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പുള്ളി സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേരിയേറ്ററിൻ്റെ റോളറും അങ്ങനെ സ്ലീവൊക്കെ സെറ്റ് ചെയ്യാം. ഇനി വേരിയേറ്ററിൻ്റെ ബോഡി നമ്മൾ പുതിയത് വാങ്ങിച്ചാണ്, ഇതിനകത്ത് എടുക്കാം. ഇനി ഇത് നമുക്കിതിൽ റോളേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. അതിനകത്ത് 6 റോളർ ബുഷ് വരും. ഇതുപോലെ 6 ബുഷ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ മുകളിലായിട്ടൊരു പ്ലേറ്റും, ആ പ്ലേറ്റിന് ഒരു 3 യു ബുഷും ഉണ്ടാവും. അപ്പോൾ യു ബുഷ് ഓൾറെഡി നമുക്കിതിന് തേയ്മാനം വന്നതാണ്. അപ്പോൾ യു ബുഷും കൂടി പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. യു ബുഷ് നമുക്ക് ഇതുപോലെ സിംഗിളായിട്ടാണ് വരിക, സിംഗിൾ പാക്കറ്റായിട്ട് വരിക. ഒരെണ്ണത്തിന് നമുക്കൊരു 42 രൂപ വില ഉണ്ട്. അതുപോലത്തെ 3 യു ബുഷും കൂടി. നമ്മളത് ക്ലച്ചിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് മാറ്റൽ നിർബന്ധമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓടി തേയ്മാനം വന്നിട്ടുണ്ടാവും. ഇതുപോലത്തെ 3 ബുഷുകളുണ്ടാവും. അപ്പോൾ നമുക്കിത് സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നേരെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് കയറ്റി ചെറിയൊരു സ്ലീവ് ഉണ്ട്, സെൻട്രലായിട്ടൊരു സ്ലീവ് ഉണ്ട്. ആ സ്ലീവ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ ഒരു സ്ലീവ് ഉണ്ട്. ഈ സ്ലീവ് നമുക്ക് ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും പുതിയത് എന്താക്കിയിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. ഇത് പോയത് മാത്രമേ നമ്മൾ എന്താക്കിയിട്ടുള്ളൂ. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഈ ബെൽറ്റ് കണക്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ പുറത്തായിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടാവും. ഈ പ്ലേറ്റ് എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന് യമഹയ്ക്ക് വേറെ വരുന്നൊരു പ്രശ്നമാണ്. നമുക്ക് ഈ ഒരു പുറത്തത്തെ ഈ ഒരു ജസ്റ്റ് വീലുണ്ടല്ലോ, ഇതൊന്ന് ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്കാണ് നമുക്ക് നമ്മൾ കിക്കർ ചവിട്ടുന്ന സമയത്ത് ഇതിനകത്തേക്കാണ് കിക്കർ പിടുത്തം വരിക. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടി കൂട്ടത്തിൽ ഇതും അതിൻ്റെ കേസിലുണ്ടാവും. അതും കൂടി നമ്മൾ എന്താക്കണം, കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കണം. ഇതിലത് ടൈറ്റ് ആക്കുന്നത് നമ്മൾ ഗൺ യൂസ് ചെയ്തിട്ടാണ് ടൈറ്റ് ആക്കുന്നത്. ഇത് 24-ൻ്റെ ബോക്സ് വേണം നമുക്ക് ടൈറ്റ് ആക്കാൻ. പിന്നെ തൊട്ടിപ്പുറത്ത് വരുന്ന 17-നാണ് ഇട്ട്. ഇനി നമുക്ക് ഈ ക്ലച്ചിൻ്റെ പുറത്തത്തെ കേസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഇനി അടുത്ത വർക്ക് നമ്മുടെ അടുത്ത വീഡിയോ കൂടെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.